1988 ഒരു സിനിമാ സെറ്റ്. അവിടെ വെച്ചാണ് അവർ ആദ്യമായി കണ്ടുമുട്ടിയത്. സ്ക്രീനിൽ അവർ കേവലം സഹോദരങ്ങളായിരുന്നു. എന്നാൽ മലയാള സിനിമയിലെ ഏറ്റവും മനോഹരമായൊരു ബന്ധത്തിന്റെ തുടക്കമാകുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല. ഏതൊരു സിനിമാ കഥയെയും വെല്ലുന്ന ജയറാമിന്റെയും പാർവതിയുടെയും യഥാർത്ഥ പ്രണയകഥ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. തീർത്തും വ്യത്യസ്തമായ രണ്ട് ലോകങ്ങളിൽ നിന്നാണ് അവർ വന്നത്. ജയറാം അന്ന് സിനിമയ്ക്ക് തികച്ചും അപരിചിതനായ ഒരു പുതുമുഖം മാത്രം, ഉള്ളിൽ ചെറിയൊരു ഭയത്തോടെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. എന്നാൽ അശ്വതി കുറുപ്പ്, അഥവാ നമ്മൾ മലയാളികളുടെ സ്വന്തം പാർവതി, അപ്പോഴേക്കും എല്ലാവർക്കും പ്രിയപ്പെട്ട തിളങ്ങി നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. സംവിധായകൻ പി പത്മരാജന്റെ അപരം എന്ന ത്രില്ലർ ചിത്രത്തിലൂടെയായിരുന്നു അവരുടെ ആദ്യത്തെ കൂടിക്കാഴ്ച. എന്നാൽ പ്രണയം പൂവിട്ടത് അവിടെയായിരുന്നില്ല. അതേ വർഷം തന്നെ വിറ്റ്നസ് എന്ന സിനിമയിൽ അവർ വീണ്ടും ഒന്നിച്ചു. സ്ക്രീനിലെ ആ ജോഡികൾക്കിടയിൽ ജീവിതത്തിലും പതിയെ പ്രണയം മുട്ടിടുകയായിരുന്നു. പിന്നീട് 12ഓളം സിനിമകളിൽ അവർ ഒന്നിച്ചഭിനയിച്ചു. സ്മാർട്ട് ഫോണുകളോ സോഷ്യൽ മീഡിയയോ ഇല്ലാത്ത ഒരു പഴയ കാലഘട്ടം. അവർ തങ്ങളുടെ പ്രണയം രഹസ്യമായി കാത്തുസൂക്ഷിച്ചത് സ്വന്തം കൈപ്പടയിലെഴുതിയ കത്തുകളിലൂടെയും വളരെ ശ്രദ്ധയോടെ പരസ്പരം കൈമാറിയ ഓഡിയോ കാസറ്റുകളിലൂടെയുമാണ്. സിനിമാ ലോകം പോലും അറിയാതെ വളരെ നിശബ്ദമായി ആ ബന്ധം വളർന്നു. എന്നാൽ സിനിമാക്കാരുടെ കണ്ണുകളിൽ നിന്ന് ഈ പ്രണയം അധികകാലം മറച്ചുവെക്കാനായില്ല. സംശയം തോന്നിയ സംവിധായകൻ സത്യൻ അന്തിക്കാട് സത്യം കണ്ടുപിടിക്കാൻ അന്നു നടൻ ശ്രീനിവാസനെ ചുമതലപ്പെടുത്തി. തലയണമന്ത്രം എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു ആ രസകരമായ അന്വേഷണം നടന്നത്. സത്യം മനസ്സിലാക്കാൻ ശ്രീനിവാസന് വേണ്ടി വന്നത് വെറും 10 മിനിറ്റ് മാത്രമാണ്. ഇത്ര പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ജയറാം ചോദിച്ചപ്പോൾ ശ്രീനിവാസൻ നൽകിയ മറുപടി ഇതായിരുന്നു: നിങ്ങൾ പരസ്പരം നോക്കാതിരിക്കാൻ വല്ലാതെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടം മാറ്റൽ തന്നെയായിരുന്നു അവരുടെ പ്രണയത്തിന്റെ ഏറ്റവും വലിയ തെളിവ്. അവരുടെ ഈ പ്രണയത്തിന് കാവലായി നിന്നത് ഉറ്റ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും തന്നെയായിരുന്നു. അതിൽ പ്രധാനി നടൻ സുരേഷ് ഗോപിയായിരുന്നു. അതൊരു വലിയ ഓപ്പറേഷൻ പോലെയാണ് അവർ ചെയ്തത്. സുരേഷ് ഗോപി പാർവതിയുടെ വീട്ടിലേക്ക് വിളിക്കും. ഒരു കുടുംബ സുഹൃത്താണെന്ന് പറയും. പാർവതിയുടെ മാതാപിതാക്കളുടെ ശ്രദ്ധ മാറുമ്പോൾ വളരെ വേഗം ഫോൺ ജയറാമിന് കൈമാറും. ജീവിതം തന്നെ ഒരു സിനിമയായി മാറിയ നിമിഷങ്ങളായിരുന്നു അത്. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ അവർക്ക് മുന്നിൽ വലിയ വെല്ലുവിളികൾ തീർത്തു. സിനിമയിലെ ഒരു തുടക്കക്കാരന്റെ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഭാവിയെക്കുറിച്ച് പാർവതിയുടെ കുടുംബത്തിന് വലിയ ആശങ്കകളുണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ ബന്ധത്തിനവർ തുടക്കത്തിൽ സമ്മതം നൽകിയില്ല. തങ്ങളുടെ പ്രണയസാഫല്യത്തിനായി വളരെ ക്ഷമയോടെ അവർക്ക് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു. ആ വലിയ കാത്തിരിപ്പിനും ക്ഷമയ്ക്കും ഒടുവിൽ ഫലമുണ്ടായി. എത്ര പ്രതിസന്ധികൾ വന്നിട്ടും അവർ പരസ്പരം കൈവിട്ടില്ല. അങ്ങനെ 1992 സെപ്റ്റംബർ 7 എറണാകുളത്തെ ടൗൺ ഹാളിൽ വെച്ച് വളരെ ലളിതമായൊരു ചടങ്ങിൽ അവർ വിവാഹിതരായി. അക്കാലത്ത് മലയാള സിനിമയിൽ പരസ്യമായി നടന്ന വളരെ അപൂർവം താരവിവാഹങ്ങളിൽ ഒന്നായിരുന്നു അത്. 80ലധികം സിനിമകൾ, അതും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട പകരം വയ്ക്കാനില്ലാത്തൊരു നായിക. എന്നാൽ വിവാഹശേഷം തൻ്റെ കരിയറിൻ്റെ ഏറ്റവും ഉയർന്ന പടിയിൽ നിൽക്കുമ്പോൾ യാതൊരു സമ്മർദ്ദവുമില്ലാതെ പാർവതി ആ സിനിമാലോകത്ത് നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ തീരുമാനിച്ചു. എന്തിനാണ് ആ വലിയ കരിയർ ഉപേക്ഷിച്ചതെന്ന ചോദ്യത്തിന് അവർക്ക് വളരെ വ്യക്തമായ ഒരു മറുപടി ഉണ്ടായിരുന്നു. പങ്കാളികളിൽ ഒരാൾ കരിയർ ഉപേക്ഷിച്ചേ മതിയാവൂ, അല്ലാത്തപക്ഷം ഒരു കുടുംബം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാകും. യാതൊരു കുറ്റബോധവുമില്ലാതെ പ്രശസ്തിയേക്കാൾ വലുതായി അവർ സ്വന്തം കുടുംബത്തെ തിരഞ്ഞെടുത്തു. അതൊരു വലിയ ത്യാഗമായിരുന്നു. ഇന്ന് അവർ ചെന്നൈയിൽ തങ്ങളുടെ 2 മക്കൾക്കൊപ്പം വളരെ സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കുന്നു. സിനിമയുടെ മായാജാലങ്ങൾക്കിടയിലും യാഥാർത്ഥ്യബോധത്തോടെ അവർ പടുത്തുയർത്തിയ ഈ ബന്ധം കാലത്തെ അതിജീവിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. ഏതൊരു സിനിമാ കഥയേക്കാളും മനോഹരമാണ് അവരുടെ ഈ ക്ഷമയും കാത്തിരിപ്പും. എളുപ്പത്തിൽ ബന്ധങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്ന ഇന്നത്തെ കാലത്ത് ഈ ജീവിതം നമ്മോട് പറയുന്നതെന്താണ്? യഥാർത്ഥ പ്രണയമെന്നത് വെള്ളിത്തിരയിലെ മായാജാലങ്ങളല്ല, മറിച്ച് പ്രതിസന്ധികളിൽ പരസ്പരം താങ്ങായുള്ള ആ നീണ്ട കാത്തിരിപ്പാണെന്നല്ലേ.